ദർശനമാണ്. ആ ദർശനം ഇല്ലാത്ത കാലത്തോളം നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല. ഒന്നാമതൊരു ദർശനം ഉണ്ടായിരിക്കുക, ആ ദർശനത്തിന്റെ പിന്നാലെ നാം യാത്ര ചെയ്താൽ ഒരു വലിയ വിജയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന അവനൊരു സാമൂഹിക പരിഷ്കർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. സംവത്സരങ്ങൾക്ക് മുൻപ്, കാരണം വർണ്ണവിവേചനം കൊടികുത്തി നിന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു വിശ്വപ്രസിദ്ധമായ പ്രസംഗമുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂട്ടി അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ചലഞ്ച് ചെയ്തുകൊണ്ട് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. ആമേൻ, എനിക്കൊരു സ്വപ്നമുണ്ട് എന്നാണ് ആ പ്രസംഗത്തിന്റെ കണ്ടന്റ്. ആമേൻ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു പ്രസംഗമാണ്. അതിന്റെ കുറെ പോർഷനൊക്കെ ഞാൻ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആമേൻ, അതിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഇങ്ങനെയാണ്: I have a dream. I have a dream. One day my 4 little children will live in a nation where they will not judge by the color of their skin but the content of their character. ഒരു ദിവസം എനിക്കൊരു സ്വപ്നമുണ്ട്. ഒരു ദിവസം എന്റെ 4 മക്കളും അവരുടെ തൊലിയുടെ നിറം കൊണ്ടല്ലാതെ വിധിനിർണയിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വെള്ളക്കാരുടെ മക്കളും എന്റെ മക്കളും എന്റെ കളറുള്ള മക്കളും ഒരുമിച്ച് ചേർന്ന് തോൾ കൈയിട്ടുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു കാലം വരും. അതെന്റെ സ്വപ്നമാണെന്ന് പറഞ്ഞു. അതുപോലെ സംഭവിക്കുവാനിടയായി. വർണ്ണവിവേചനം മാറി. ഒരു നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രസിഡന്റ് വന്ന അമേരിക്കയുടെ. ആരാണ്? ബറാക് ഒബാമ, അല്ലേ? കർത്താവ് വരാൻ താമസിച്ചാൽ ഞാൻ വിചാരിക്കുന്നു ഇനി ഒരു ഇന്ത്യൻ വംശജ പ്രസിഡന്റ് ആയിട്ട് വരാനൊരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നമുക്ക് തെക്കേ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളാണ്, നമ്മുടെ അയൽവക്കക്കാരിയാണ്. ഇപ്പോൾ നിലവിലുള്ള സർവേ അനുസരിച്ച് ഏതാണ്ട് ഒരു 5% അവർ ആ കേസ് നിൽക്കുന്നെന്നാണ് അറിയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ഒരു ലേഡി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അതൊരു വലിയ ബ്ലെസ്സിംഗ് ആയിരിക്കും. ഓക്കെ, ഞാൻ എത്ര കാലം വാക്കുകൾ ഉപസിച്ചിരിക്കുന്നു.